ഇപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ പേടിയുള്ളവരാണോ നിങ്ങൾ? ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സെൻസി കെയർ എന്ന ബ്രാൻഡിൻ്റെ മെൻസ്ട്രുവൽ കപ്പാണ്. ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ടും ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സൈസ് വന്നിട്ട് മീഡിയമാണ്. അപ്പോൾ മെൻസ്ട്രുവൽ കപ്പ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ സൈസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വാങ്ങുന്നതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഇത് നമുക്ക് യൂസ്ലെസ് ആണ്, വെറുതെ കളയാനേ പറ്റുള്ളൂ സൈസ് എങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ 18 ഇയേഴ്സിന് താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്മോൾ ആണ് സൈസ് വരുന്നത്. 18 എബോ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ മീഡിയം സൈസ് വരും. നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ 30 ഇയേഴ്സ് കഴിഞ്ഞവർക്കും ലാർജ് ആണ് സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് സൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതേതെങ്കിലും യൂസ് ചെയ്തിട്ട് കറക്റ്റ് നമ്മുടെ സൈസ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ഫിനാൻഷ്യലി ആണെങ്കിലും ഇത് നല്ല ലാഭമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് അപ് ടു 10 ഇയേഴ്സ് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പലരും ഇപ്പോഴും ഇത് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു കൺഫ്യൂഷൻ റിമൂവ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ പല പല ടെൻഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പം എന്തായാലും അങ്ങനത്തെ ഒരു ടെൻഷൻ കാണും. ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായിരുന്നു. അതായത് എങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ റിമൂവ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനും നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളവർ അഡ്വൈസൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. യൂസ് ചെയ്തതിന് ശേഷം ഇത് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമുക്ക് പാടുന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ചിന്തിക്കത്തേ ഇല്ല, അത്രയും യൂസ്ഫുള്ളാണിത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു കോംബോ പായ്ക്കായിരുന്നു. അതിനകത്ത് കപ്പ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പാക്കറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ലിക്വിഡുണ്ട്, സ്റ്റെറിലൈസറാണ്. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ലിക്വിഡാണ് വരുന്നത്. പിന്നെ ഒരു കപ്പ് വാഷറുണ്ട്. അത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. യൂസേജ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ നമുക്ക് സ്റ്റെറിലൈസർ അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിലിട്ട് കപ്പ് തിളപ്പിച്ചതിന് ശേഷമാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ യൂസിന് ശേഷവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. മെൻസ്ട്രുവൽ സൈക്കിൾ കഴിയുന്ന സമയത്തും അതേപോലെ തന്നെ തിളച്ച വെള്ളം അല്ലെങ്കിൽ സ്റ്റെറിലൈസർ യൂസ് ചെയ്ത് കഴുകിയതിന് ശേഷം വേണം അതെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. അടുത്ത സൈക്കിൾ ആകുന്ന സമയത്ത് സെയിം തന്നെ ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും ഹൈജീനിക് ഇഷ്യൂയോ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കപ്പ് നമുക്ക് കൂടുതലായിട്ടും ഫോൾഡ് ചെയ്യുന്ന മെത്തേഡ് വന്നിട്ട് ഫോൾഡിങ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണോ പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പോൾ എങ്ങനെയായാലും ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിൽ വെക്കുന്ന സമയത്ത് മിക്കവരും പറയുന്നത് അതിനൊരു പോപ്പപ്പ് സൗണ്ട് കേൾക്കും എന്നാണ്. കാരണം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചത് ഉള്ളിൽ ചെന്ന് ഓപ്പൺ ആകുമ്പോഴത്തേക്കിനും ഉള്ളൊരു ശബ്ദം. പക്ഷേ ആ ശബ്ദം കേട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാര്യം ഇത് നമ്മൾ നടക്കുമോ നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിക്കോളും. കപ്പ് ഓപ്പൺ ആയോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട, ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. 2 രീതിയിൽ ഞാൻ ഇത് ഫോൾഡ് ചെയ്യാറുണ്ട്. ഒന്ന് ഫോൾഡിങ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിലൊന്ന് പുഷ് ചെയ്തതിന് ശേഷം താഴേക്കൊന്ന് വലിക്കുക. അപ്പോൾ അതിൻ്റെ ടിപ്പ് പോർഷൻ ഇങ്ങനെ ഒരു കൂർത്ത രീതിയിൽ അതിൻ്റെ ഒരു ടിപ്പിലെ പോർഷൻ കിട്ടും. ആ രീതിയിലാണെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടിപ്പിലായിട്ടൊരു വാല് പോലെ ഉണ്ട്. അതിൽ പിടിച്ച് വലിച്ച് റിമൂവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ഓവറായിട്ട് അങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഏരിയയിൽ ഓവർ പ്രഷർ കൊടുക്കേണ്ടി വരും. ശരിക്കും അതങ്ങനെ റിമൂവ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യമല്ല അവിടെ കൊടുത്തേക്കുന്നത്. ഇത് റിമൂവ് ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അതിലൊന്ന് പിഞ്ച് ചെയ്തതിന് ശേഷം പുൾ ഔട്ട് ചെയ്യുന്നതാണ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോഴും ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇത് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ച് ഫസ്റ്റ് ടൈമേ നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവുള്ളൂ. അതെന്തായാലും കാണും ആ ഒരു ടെൻഷൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും. പിന്നീട് നമുക്കത് ഏറ്റവും കംഫർട്ടബിൾ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുക കൂടിയില്ല. പീരിയഡ്സ് ആണെന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നു പോകും. അത്രയ്ക്കും ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു അഡ്വൈസ് എടുത്തതിന് ശേഷം ഈ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്ക് കോളേജിലൊക്കെ പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ വാങ്ങിച്ചതൊരു കോംബോ പാക്കിന് ഏകദേശം ഒരു 350 അകത്താണ് പ്രൈസ് ആയേക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ല അഫോർഡബിളാണ്. കാരണം സ്റ്റെറിലൈസർ ഉണ്ട്, അതേപോലെ തന്നെ കപ്പ് വാഷറുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പാത്രമൊന്നും അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട കാര്യം വരുന്നില്ല. കപ്പ് വാഷറിൽ തന്നെ നമുക്കത് വാഷ് ചെയ്യാനായിട്ട് പറ്റും.
എത്ര തിളച്ച വെള്ളം വേണമെങ്കിലും ആ വാഷറിനകത്ത് നമുക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. അതങ്ങനെ ഒരു സിലിക്കൺ മെറ്റീരിയലിൽ വരുന്നൊരു കപ്പാണ്, വാഷറാണ് വരുന്നത്. അപ്പോൾ അതിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. നമുക്ക് എത്ര തിളച്ച വെള്ളം വേണമെങ്കിലും അതിലൊഴിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഫീഷ്യൽ, ഇതിപ്പോൾ ഞാൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഒരു 5 ഡേയ്സിനകത്ത് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഓൺലൈനൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൈസ് കറക്റ്റാക്കി നോക്കി ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ മെഡിക്കൽ ഷോപ്പിൽ എവിടെയെങ്കിലും പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക. ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. അപ് ടു 10 ഇയർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതുവരെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ലാത്തവർ ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിച്ച് നോക്കുക കേട്ടോ.